Hello dear students, welcome to mathroot. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 മാത്സ് ഇംപ്രൂവ്മെന്റ് എക്സാമിനോടനുബന്ധിച്ച് പ്രിൻസിപ്പിൾസ് ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന ചാപ്റ്ററിന് വരാൻ വളരെയധികം ചാൻസ് ഉള്ള പ്രീവിയസ് ആയിട്ട് വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് 3 ക്വസ്റ്റ്യൻസ് ആണ്. വളരെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച 3 ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഒരു ചാപ്റ്ററിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു 4-5 ക്വസ്റ്റ്യൻസ് നല്ലതുപോലെ വർക്കൗട്ട് ചെയ്ത് പഠിച്ചു പോയാൽ അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഷുവർ ആയിരിക്കും. അങ്ങനത്തെ ഒരു ചാപ്റ്ററാണ്. കാരണം വളരെ കണ്ടന്റ് കുറവാണ്, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്ററാണ്. എന്തായാലും നമുക്ക് ഓരോ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. ഇംപ്രൂവ്മെൻറ്റ് 2018 എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അത് ട്രൂ ആണെന്ന് കാണിക്കാനുള്ള ഒരു പ്രൂഫിൻ്റെ മെത്തേഡാണെന്ത് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. അതായത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, ഓക്കെ, അത് നമുക്ക് ട്രൂ ആണെന്ന് ജനറലായിട്ട് പറയണം. ഓക്കെ, അത് പറയാനുള്ള അത് പ്രൂവ് ചെയ്യാനുള്ള ഒരു ടെക്നിക്ക്, ഒരു മെത്തേഡാണെന്ത് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. ഓക്കെ, അത് 2-3 സ്റ്റെപ്പ് ഉണ്ട്. ആദ്യം നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഒരു എന്നിലുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും. അതിൽ എന്നിന് 1 കൊടുത്തിട്ട് അത് ട്രൂ ആണെന്ന് കാണിച്ചു കൊടുക്കും. രണ്ടാമത് നമ്മൾ എന്നിന് പകരം ഒരു കെ എന്നെടുക്കും. ആ കേക്ക് ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യും. ഓക്കെ, മൂന്നാമത് അത് കേക്ക് ട്രൂ ആണെങ്കിൽ k+1 ട്രൂ ആയിരിക്കും, നമ്മളിത് കാണിച്ചു കൊടുക്കും. ഓക്കെ, ഇങ്ങനെ ഈ 3 സ്റ്റെപ്പ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനും ഈ പറയുന്ന കാര്യം ട്രൂ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ ഒരു ഐഡിയയാണ് നമ്മൾ എന്ത് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് പ്രോബ്ലം ഇതാണ്. കൺസിഡർ ദി സ്റ്റേറ്റ്മെന്റ് P of n equal to 1 plus 3 plus 3 square plus etc plus 3 raised to n minus 1 equal to 3 raised to n minus 1 divided by 2. ഓക്കെ, അതൊരു P of n എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, എ ക്വസ്റ്റ്യൻ ഷോ ദാറ്റ് P of 1 ഈസ് ട്രൂ. ഓക്കെ, P of 1 ട്രൂ ആണെന്ന് നമ്മളോട് കാണിച്ചു കൊടുക്കണം. അതാണ് എന്ത് നമ്മുടെ എ പാർട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ P of 1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ എന്നിന് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ 1 കൊടുക്കുക. ഓക്കെ, അപ്പോൾ P of 1 അതെന്തായിരിക്കും സ്റ്റേറ്റ്മെൻറ്റ്? അതോടെ നമ്മൾ എന്നിന് 3ൻ്റെ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുക? 1 കൊടുക്കുക. അതായത് ലെഫ്റ്റിലും 1 കൊടുക്കുക, റൈറ്റിലും 1 കൊടുക്കുക. അതാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ 3 raised to 1 minus 1 ഈക്വൽ ടു റൈറ്റ് സൈഡിൽ കൊടുക്കുമ്പോൾ എന്താണ്? 3 raised to, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലെഫ്റ്റിൽ കൊടുക്കുമ്പോൾ 3 raised to 1 minus 1 എന്ന് പറഞ്ഞാൽ എന്താണ്? അത് 0 ആണ്. ഓക്കെ, നമുക്കറിയാം 3 raised to 0 എന്ന് പറഞ്ഞാൽ എന്താണ്? അത് 1 ആണ്. ഓക്കെ, ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഓരോന്നും ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. 3 raised to 1 minus 1, അതായത് 3 raised to 0, അതായത് 1. ലെഫ്റ്റിൽ നമുക്ക് 1 കിട്ടി. ഇനി റൈറ്റിലും അത് 1 തന്നെയാണെന്ന് കാണിച്ചു കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പോൾ 3 raised to എന്നിന് 1 കൊടുക്കുക, -1 divided by 2 ഈക്വൽ ടു 3 raised to എന്ന് പറഞ്ഞാൽ 3 ആണ്, 3 minus എന്ന് പറഞ്ഞാൽ 2, 2 divided by 2 1. ഓക്കെ, അപ്പോൾ ലെഫ്റ്റിലും 1 കിട്ടി, റൈറ്റ് സൈഡിലും 1 കിട്ടി. ഓക്കെ, അപ്പോൾ എന്താണ്? ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈക്വൽ ആണ്. അപ്പോൾ എന്ത് പറയാം? P of 1 ട്രൂ ആണെന്ന് പറയാം. ഓക്കെ, P of 1 is true. ഓക്കെ, B question. Prove by principle of mathematical induction that P of n is true for all n belongs to n. ഓക്കെ, അതായത് എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനും P of n എന്നുള്ള ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആയിരിക്കുന്നു പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ യൂസ് ചെയ്തിട്ട് പ്രൂവ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ അത് പ്രൂവ് ചെയ്യാം? നമ്മൾ P of 1 ട്രൂ ആണെന്ന് നമ്മൾ കാണിച്ചു കൊടുത്തു, നമ്മൾ ഷോ ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം? രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനിലെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അസ്യൂം ദാറ്റ്, എപ്പോഴും ചെയ്യേണ്ട ഇതാണ്, അസ്യൂം ദാറ്റ് P of k is true. Okay, for some natural number k. ഓക്കെ, ഏതെങ്കിലും ഒരു നാച്ചുറൽ നമ്പർ കേക്ക് P of k ട്രൂ ആണ് നമ്മൾ അസ്യൂം ചെയ്യുക. ഓക്കെ, നമ്മൾ അസംഷൻ ആണ്. ഓക്കെ, നമ്മളങ്ങ് വിചാരിച്ചേക്ക് എന്ത് P of k ട്രൂ ആയിരിക്കുന്നു. അപ്പോൾ P of n ഇതാണെങ്കിൽ P of k എന്തായിരിക്കും? എന്നിന് പകരമൊക്കെ എന്ത് ചെയ്യുക? k നമ്മൾ കൊടുക്കുക. ദാറ്റ് ഈസ് P of k ഈക്വൽ ടു എന്നിൻ്റെ അടുത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? k കൊടുക്കുക. 1 plus 3 plus
3 square plus etc. plus 3 raised to k minus 1 equal to 3 raised to k minus 1 divided by 2. ഓക്കെ, ഇത് ട്രൂ ആണ് നമ്മൾ എന്ത് ചെയ്യുക, അസ്യൂം ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് എന്ത് കാണിച്ചു കൊടുക്കണം അടുത്ത സ്റ്റെപ്പിൽ? പി ഓഫ് കെ ട്രൂ ആണെങ്കിൽ പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആയിരിക്കും നമുക്ക് കാണിച്ചു കൊടുക്കണം. ഓക്കെ, ഇനി നമുക്ക് കാണിച്ചു കൊടുക്കേണ്ടത് പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആണെന്നാണ്. അപ്പോൾ പി ഓഫ് എൻ ഉള്ളിടത്ത് നമ്മൾ നേരത്തെ കൊടുത്തിരുന്നത് പി ഓഫ് കെ ആയിരുന്നു. ഇനി പി ഓഫ് കെക്ക് പകരം പി ഓഫ് കെ പ്ലസ് 1 കൊടുക്കുക. ഓക്കെ, പി ഓഫ് കെ പ്ലസ് 1 എന്തായിരിക്കും? പി ഓഫ് കെ പ്ലസ് 1 ഈക്വൽ ടു 1 പ്ലസ് 3 പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് 3 റേസ് ടു കെ മൈനസ് 1 പ്ലസ് ഇനി ഒരു ടേമും കൂടെ ഉണ്ടായിരിക്കും. എന്താണ്? കെ ഉള്ളിടത്ത് നമ്മൾ എന്താണ് കൊടുക്കുന്നത്? നമ്മൾ നേരത്തെ എന്നിലെടുത്ത് കെ കൊടുത്തു. ഇവിടെ എന്നിലെടുത്ത് നമ്മൾ എന്താണ്? കെ പ്ലസ് 1 ആണ് കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പം എന്നിലെടുത്ത് നമ്മൾ എന്ത് ചെയ്യുക? കെ പ്ലസ് 1 കൊടുക്കുക. കെ പ്ലസ് 1 പിന്നെ ഒരു മൈനസ് 1 ഇവിടെ എക്സ്ട്രാ ഉണ്ട്. അപ്പം കെ പ്ലസ് 1 മൈനസ് എന്ന് പറയുമ്പോൾ പ്ലസ് 1 മൈനസ് 1 0 ആയി പോകും. 3 റേസ് ടു കെ എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു. ഇത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇതാ ഈ ഒരു ഭാഗം 1 പ്ലസ് 3 പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സ്ട്രാ പ്ലസ് 3 റേസ് ടു കെ മൈനസ് 1. അത് നമ്മൾ തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പിൽ എന്തായിരുന്നു? അത് 3 റേസ് ടു കെ മൈനസ് 1/2 ആയിരുന്നു. ഓക്കെ, നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞിരുന്നു 1 പ്ലസ് 3 പ്ലസ് എക്സെട്ര പ്ലസ് 3 റേസ് ടു കെ മൈനസ് 1 വരെ ഉള്ളതിൻ്റെ സം എന്താണ്? നമ്മൾ അസ്യൂം ചെയ്തിരുന്നു പി ഓഫ് കെക്ക് ട്രൂ ആണെന്ന്. ആ സം എന്തായിരുന്നു? 3 റേസ് ടു കെ മൈനസ് 1 ഡിവൈഡ് ബൈ 2. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗത്തിന് നമുക്ക് എന്തായിട്ട് മാറ്റി എഴുതാം? 3 റേസ് ടു കെ മൈനസ് 1 ഡിവൈഡ് ബൈ 2 പ്ലസ് 3 റേസ് ടു കെ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക? 3 റേസ് ടു കെ എന്ന് പറഞ്ഞാൽ 3 റേസ് ടു കെ ബൈ 1. ഇത് നമ്മൾ എന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? 1 ഇൻറ്റു ഈ ടേം എന്ന് പറയുമ്പോൾ ഈ ടേം തന്നെ 3 റേസ് ടു കെ മൈനസ് 1 പ്ലസ് 2 ഇൻറ്റു 3 റേസ് ടു കെ 2 ഇൻറ്റു 3 റേസ് ടു കെ ഡിവൈഡ് ബൈ 1 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 2. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു. ഇനി ഇവിടെ 3 റേസ് ടു കെ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ഇൻറ്റു 3 റേസ് ടു കെ ആണ്. ഇവിടെ 2 ഇൻറ്റു 3 റേസ് ടു കെ ഉണ്ട്. 1 ഇൻറ്റു 3 റേസ് ടു കെയും അത് ഒരു 3 റേസ് ടു കെയും 2 3 റേസ് ടു കെയും ആഡ് ചെയ്യുക. അപ്പോൾ എന്താ കിട്ടുക? 3 റേസ് ടു കെ. ഓക്കെ, പിന്നെ ആരുണ്ട് ഇവിടെ? ഒരു മൈനസ് 1 ഉണ്ട്. മൈനസ് 1 ഡിവൈഡ് ബൈ 2. ഓക്കെ, നമുക്കറിയാം എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എന്നിന് എ റേസ് ടു എം പ്ലസ് എന്ന് എഴുതാം. 3 എന്ന് പറഞ്ഞാൽ 3 റേസ് ടു 1 ആണ്. സോ എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എന്നിന് എ റേസ് ടു എം പ്ലസ് എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ 3 റേസ് ടു 1 ഇൻറ്റു 3 റേസ് ടു കെന് 3 റേസ് ടു കെ പ്ലസ് 1. പിന്നെ ആരുണ്ട് ഇവിടെ? ഒരു മൈനസ് 1 ഡിവൈഡ് ബൈ 2. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത് ഇവിടെ? 3 റേസ് ടു കെ പ്ലസ് 1 മൈനസ് 1 ഡിവൈഡ് ബൈ 2 എന്നാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഇത് ഇതേ ഫോമിലല്ലേ നമ്മളൊന്ന് നോക്കുക. നമ്മളിവിടെ പി ഓഫ് എൻ വരുമ്പോൾ 3 റേസ് ടു എൻ മൈനസ് 1/2. ഓക്കെ, ഇനി പി ഓഫ് കെ പ്ലസ് 1 വരുമ്പോൾ എന്താണ്? 3 റേസ് ടു ഇവിടെ എൻ ആകുമ്പോൾ ഇവിടെ എൻ, ഇവിടെ കെ പ്ലസ് 1 ആകുമ്പോൾ ഇവിടെ കെ പ്ലസ് 1 മൈനസ് 1 ഡിവൈഡ് ബൈ 2. ഓക്കെ, അപ്പോൾ എന്താണ്? പി ഓഫ് കെ പ്ലസ് 1ന് ഇത് ട്രൂ ആണ്. ഓക്കെ, പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ. ഓക്കെ, സോ പി ഓഫ് 1 ട്രൂ ആണ്. പി ഓഫ് കെ ട്രൂ ആണ് നമ്മൾ അസ്യൂം ചെയ്തു. പി ഓഫ് കെ പ്ലസ് 1ന് ഇത് ട്രൂ ആണ് നമ്മൾ കാണിച്ചു കൊടുത്തു. സോ ഹെൻസ് ബൈ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ദി സ്റ്റേറ്റ്മെന്റ് പി ഓഫ് എൻ ഈസ് ട്രൂ ഫോർ ഓൾ പോസിറ്റീവ് ഇൻഡിജേഴ്സ്. ഓക്കെ, അങ്ങനെ പ്രത്യേകം നമ്മൾ എടുത്തെഴുതണം. ഓക്കെ, ഹെൻസ് ബൈ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ദി സ്റ്റേറ്റ്മെന്റ് പി ഓഫ് എൻ ഈസ് ട്രൂ ഫോർ ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ, ഇനി ഈ ഒരു ക്വസ്റ്റിന് 4 തവണ 2009 ശേഷം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, 4 തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, അപ്പം നല്ലതുപോലെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പി ഓഫ് കെ പ്ലസ് 1ൻ്റെ ഈ ഒരു സ്റ്റെപ്പിൽ ഇവിടെ മുതൽ ഇവിടം വരെയുള്ളത് തൊട്ട് മുമ്പത്തെ പി ഓഫ് കെൻ്റെ സം ആയിരിക്കും. ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ റീപ്ലേസ് ചെയ്യുക ഈ ഒരു ടേം പ്ലസ് ബാക്കിയുള്ള ഈ ഒരു ടേമിന് എന്ത് ചെയ്യുക? നമ്മൾ ഇതേപോലെ നിർത്താം. എന്നിട്ട് എന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ആൻസറിലേക്ക് എത്തും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മാർച്ച് 2015 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതേ ക്വസ്റ്റ്യൻ 2 തവണ
മാറി മാറി വേറെ പല എക്സാമിനും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് 3-4 തവണ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യനും. ഓക്കെ, യൂസിങ് ദി പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പ്രൂവ് ദാറ്റ് 1/2 പ്ലസ് 1/4 പ്ലസ് 1/8 പ്ലസ് എക്സെട്ര പ്ലസ് 1/2n ഈക്വൽ ടു 1 മൈനസ് 1/2n. ഓക്കെ, അതായത് ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് നമ്മൾ എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ജസ്റ്റ് ഇതാണ് തന്നത്. അപ്പോൾ ഇതിനെന്ത് ചെയ്യാൻ? നമ്മൾ ജസ്റ്റ് പി ഓഫ് എൻ എന്ന് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ പി ഓഫ് എൻ ഇരിക്കത്ത് എന്തായിരിക്കും? പി ഓഫ് എൻ എന്ന് പറഞ്ഞത് 1/2 പ്ലസ് 1/4 പ്ലസ് 1/8 പ്ലസ് എക്സെട്ര പ്ലസ് 1/2n ഈക്വൽ ടു 1 മൈനസ് 1/2n. ഓക്കെ, ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് പി ഓഫ് എൻ. ഇനി ആദ്യം നമ്മൾ കാണിക്കേണ്ടത് പി ഓഫ് 1ന് ഇത് ട്രൂ ആയിരിക്കും എന്ന് കാണിക്കുക. ഓക്കെ, അപ്പോൾ പി ഓഫ് 1 എന്തായിരിക്കും? നമ്മൾ ലെഫ്റ്റിലും റൈറ്റിലും എന്നിന് 1 കൊടുക്കുക. ഓക്കെ, പി ഓഫ് എന്നിന് പകരം പി ഓഫ് 1 ആണ് ഇവിടെ കൊടുത്തത്. അപ്പോൾ എന്നിന് പകരം നമ്മൾ 1 കൊടുത്താൽ മതി. ലെഫ്റ്റിൽ കൊടുക്കുമ്പോഴും റൈറ്റിൽ കൊടുക്കുമ്പോഴും സെയിം ആൻസർ ആണ് കിട്ടുന്നതെന്ന് നമ്മൾ കാണിച്ചു കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പോൾ ലെഫ്റ്റിൽ എന്നിന് നമ്മൾ എന്ത് ചെയ്യുക? 1 കൊടുക്കുക. അപ്പോൾ 1/2n. ലെഫ്റ്റിൽ എന്നിന് 1 കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ ലാസ്റ്റ് ടേമിൽ എന്നിന് 1 കൊടുത്താൽ മതി. ഓക്കെ, ആ ഒരു ഐഡിയ നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ 1/2 1 എന്ന് പറയുമ്പോൾ എന്താണ്? 1/2 തന്നെ. ഓക്കെ, 1/2 ഈക്വൽ ടു, അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ 1/2 കിട്ടി. റൈറ്റ് സൈഡിൽ എന്നിന് 1 കൊടുക്കുക. 1 മൈനസ് 1/2 1/2 എന്ന് പറയുമ്പോൾ 2 തന്നെ. ഓക്കെ, ഇനി 1 മൈനസ് 1/2 ഒന്നിന്ന് അര കുറച്ച് എത്രയാണ്? അര. ഓക്കെ, അപ്പോൾ 1/2 ഈക്വൽ ടു 1/2 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ പി ഓഫ് 1 എന്താണ്? ട്രൂ ആണ്. ഓക്കെ, സോ പി ഓഫ് 1 ഈസ് ട്രൂ. ഇനി നമ്മൾ എന്താ അസ്യൂം ചെയ്യുക? പി ഓഫ് കെ ഈസ് ട്രൂ ഫോർ സം പോസിറ്റീവ് ഇൻറ്റിജർ കെ. ഓക്കെ, ഏതെങ്കിലും ഒരു കേക്ക് ഇത് ട്രൂ ആയിരിക്കും നമ്മൾ അസ്യൂം ചെയ്യുക. ഓക്കെ, അസ്യൂം ദാറ്റ് എപ്പോഴും ചെയ്യേണ്ടത് ഈ ടൈപ്പാണ്, ഈ രീതിയിലാണ് എപ്പോഴും ചെയ്യേണ്ടത്. അസ്യൂം ദാറ്റ് പി ഓഫ് കെ ഈസ് ട്രൂ ഫോർ സം പോസിറ്റീവ് ഇൻറ്റിജർ കെ. ഏതെങ്കിലും ഒരു പോസിറ്റീവ് ഇൻറ്റിജർ കേക്ക് പി ഓഫ് കെ ട്രൂ ആയിരിക്കും നമ്മൾ അസ്യൂം ചെയ്യുക. അപ്പോൾ എന്നിന് പകരം നമ്മൾ എന്ത് ചെയ്യുക? കെ കൊടുക്കുക. അപ്പോൾ ദാറ്റ് ഈസ് പി ഓഫ് കെ ഈക്വൽ ടു 1/2 പ്ലസ് 1/4 പ്ലസ് 1/8 പ്ലസ് എക്സെട്ര പ്ലസ് 1/2k. എന്നുള്ളത് എന്താവും? കെ ആവും. ഈക്വൽ ടു 1 മൈനസ് 1/2k ഈസ് ട്രൂ. ഓക്കെ, ഇത് ട്രൂ ആണ് നമ്മൾ അസ്യൂം ചെയ്യുക. അപ്പോൾ 2 സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ആയി. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ്? പി ഓഫ് കെക്ക് ട്രൂ ആണ് നമ്മൾ അസ്യൂം ചെയ്താൽ പി ഓഫ് കെ പ്ലസ് 1ന് ഇത് ട്രൂ ആയിരിക്കും നമ്മൾ കാണിച്ചു കൊടുക്കണം. ഓക്കെ, അതുകൂടെ കംപ്ലീറ്റ് ആയ നമ്മുടെ ഇൻഡക്ഷന് കംപ്ലീറ്റ് ആയി. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യുക? പി ഓഫ് കെ പ്ലസ് 1ന് ട്രൂ ആണെന്ന് കാണിച്ചു കൊടുക്കണം. സോ പി ഓഫ് കെ പ്ലസ് 1 ഈക്വൽ ടു, നമ്മൾ ലെഫ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് റൈറ്റ് സൈഡിലേക്ക് എത്താണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ 1/2 പ്ലസ് 1/4 പ്ലസ് 1/8 പ്ലസ് എക്സെട്ര പ്ലസ് 1/2k. ഓക്കെ, പി ഓഫ് കെ എന്ന് പറഞ്ഞാൽ ഇവിടെ 1/2k എത്തും. ഓക്കെ, ഇനി പി ഓഫ് കെ പ്ലസ് 1 എന്ന് പറയുമ്പോൾ 1/2k കഴിഞ്ഞിട്ട് ഒരു ടേമും കൂടെ അധികം ഉണ്ടായിരിക്കും. എന്തായിരിക്കും? 1/2k പ്ലസ് 1. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു. ഇനി എപ്പോഴും ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞിരുന്നു തേർഡ് സ്റ്റെപ്പ് എഴുതുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇവിടെ മുതൽ ഇവിടെ വരെയുള്ളത് എന്തായിരിക്കും? തൊട്ട് മുമ്പ് ചെയ്ത സ്റ്റെപ്പിലുള്ള സമ്മ് തന്നെ ആയിരിക്കും. നമ്മൾ പറഞ്ഞിരുന്നു എന്താണ്? 1/2 പ്ലസ് എക്സെട്ര പ്ലസ് 1/2k വരെ എന്താണ്? 1 മൈനസ് 1/2k ആണ്. അപ്പോൾ ഇതാ ഇവിടെ വരെയുള്ളത് 1/2 പ്ലസ് എക്സെട്ര പ്ലസ് 1/2k. അതേ സംഭവം തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇനി ഇതിൻ്റെ സം എന്തായിരിക്കും? ഇതിൻ്റെ സം എന്താണ്? 1 മൈനസ് 1/2k. അതിവിടെ പുട്ട് ചെയ്യാം. ഓക്കെ, 1 മൈനസ് 1/2k. ഓക്കെ, പ്ലസ് ആരും കൂടി ബാക്കിയുണ്ട്? പ്ലസ് 1/2k പ്ലസ് 1. ഓക്കെ, നമുക്കിത് സമ്മ് ചെയ്യാനാണല്ലോ. ഇവിടെ 2k ഉണ്ട്, ഇവിടെ 2k പ്ലസ് 1 ഉണ്ട്. നമുക്കറിയാം ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ നമുക്ക് ഫ്രാക്ഷൻസ് ആഡ് ചെയ്യാൻ വളരെ ഈസിയാണ്. അപ്പോൾ ഇതിൻ്റെ ഡിനോമിനേറ്റർ എന്താണ്? 2k പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 2k പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 2k ഇൻറ്റു 2 ആണ്. ഓക്കെ, അപ്പോൾ 2k പ്ലസ് 1 എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു 2 അധികം ഉണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ 2k പ്ലസ് 1 ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എന്താവും? ഡിനോമിനേറ്റർ സെയിം ആവും. ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഇവിടെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്തായി മാറും? 1 മൈനസ് ന്യൂമറേറ്ററിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഡിനോമിനേറ്ററിൽ
2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 2 റേസ് ടു കെ അതേപോലെ എഴുതി. ഇനി 2 ഇൻറ്റു 2 റേസ് ടു കെ, അതായത് 2 ഇൻറ്റു 2 റേസ് ടു കെ എങ്ങനെ എഴുതാം? 2 റേസ് ടു കെ പ്ലസ് 1 എന്ന് മാറ്റി എഴുതി ഇതിന്. ഓക്കെ, അപ്പോൾ 2 റേസ് ടു കെ പ്ലസ് 1 എന്ന് മാറ്റി എഴുതി. ഓക്കെ, പ്ലസ് 1/2 റേസ് ടു കെ പ്ലസ് 1. ഓക്കെ, അപ്പോൾ എന്തായി? രണ്ടിൻ്റെ ഡിനോമിനേറ്റർ എന്തായി? 2 റേസ് ടു കെ പ്ലസ് 1 ആയി മാറി. ഓക്കെ, സെയിം ഡിനോമിനേറ്റർ ആയി മാറി. അങ്ങനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. ഓക്കെ, 1 മൈനസ്, ഇനി കോമൺ ഡിനോമിനേറ്റർ ആണല്ലോ, അപ്പോൾ എന്ത് ചെയ്യാം? 2 റേസ് ടു കെ പ്ലസ് 1. ഇനി മേലെയാണ് ആരൊക്കെയാണുള്ളത്? -2 + 1. -2 പ്ലസ് എന്ന് പറയുമ്പോൾ -1 ആണ്, അപ്പോൾ ഇവിടെ -1. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ ആയോ നോക്കാം. 1 - 1/2 റേസ് ടു കെ പ്ലസ് 1. ഓക്കെ, ഇത് ഏത് ഫോമിലാണുള്ളത്? 1 - 1/2 റേസ് ടു n. ഓക്കെ, അപ്പോൾ കെ കൊടുക്കുമ്പോൾ 1/2 റേസ് ടു കെ ആണ്, കെ പ്ലസ് 1 കൊടുക്കുമ്പോൾ 1/2 റേസ് ടു കെ പ്ലസ് 1 ആണ്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? ട്രൂ ആണ്, നമുക്ക് കിട്ടി. ഈസ് ട്രൂ. ഓക്കെ, സോ നമുക്ക് എന്താ പറയാം? പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ. ഓക്കെ, സോ പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ. സോ നമുക്ക് എന്താ പറയാം? പി ഓഫ് 1 ട്രൂ ആണ്, പി ഓഫ് കെ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തു, പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആണ് നമ്മൾ പ്രൂവ് ചെയ്തു. സോ നമുക്ക് എന്ത് പറയാം? ഹെൻസ് ബൈ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ദി സ്റ്റേറ്റ്മെന്റ് പി ഓഫ് n ഈസ് ട്രൂ ഫോർ ഓൾ നാച്ചുറൽ നമ്പേഴ്സ് n. ഓക്കെ, ആ സ്റ്റേറ്റ്മെന്റും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? നിർബന്ധമായും അതിൻ്റെ ലാസ്റ്റിൽ എഴുതി ചേർക്കണം. ഓക്കെ, നെക്സ്റ്റ് ഇംപ്രൂവ്മെന്റ് 2017 ഒരു ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ക്വസ്റ്റ്യന് പ്രീവിയസ് ഇയേഴ്സിൽ 2009 മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ 4 തവണയോളം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, കൺസിഡർ ദി സ്റ്റേറ്റ്മെന്റ് പി ഓഫ് n 7 raised to n minus 3 raised to n is divisible by 4. ഓക്കെ, 7 raised to n minus 3 raised to n നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, എ പാർട്ട് ക്വസ്റ്റ്യൻ. വെരിഫൈ ദി സ്റ്റേറ്റ്മെന്റ് ഫോർ n equal to 1. n equal to 1 ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്ന് വെരിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളെ സ്റ്റേറ്റ്മെന്റ് ഏതാണ്? പി ഓഫ് n 7 raised to n minus 3 raised to n is divisible by 4. ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അപ്പോൾ പി ഓഫ് എന്നിൽ നമ്മൾ എന്നിന് 1 കൊടുക്കാം. അപ്പോൾ പി ഓഫ് 1 ട്രൂ ആണെന്ന് കാണിച്ചു കൊടുക്കണം. ഓക്കെ, n equal to 1 ട്രൂ ആണെന്ന് കാണിച്ചു കൊടുക്കണം. അപ്പോൾ പി ഓഫ് 1 എന്തായിരിക്കും? ലെഫ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യുക? 1 കൊടുക്കുക. അപ്പോൾ 7 raised to 1 minus 3 raised to 1. ഓക്കെ, ഇതെന്താണ്? 7 minus 3 എന്ന് പറയുമ്പോൾ 4 ആണ്. 4 ഈസ് ഡിവിസിബിൾ ബൈ 4. ട്രൂ അല്ലേ? 4 ഈസ് ഡിവിസിബിൾ ബൈ 4. 4 നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 4 കൊണ്ട് നമുക്ക് ഹരിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്താണ്? പി ഓഫ് 1 എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. ഓക്കെ, സോ പി ഓഫ് 1 ഈസ് ട്രൂ. ഓക്കെ, നമ്മൾ എന്ത് അസ്യൂം ചെയ്യുക? അസ്യൂം ദാറ്റ് പി ഓഫ് കെ ഈസ് ട്രൂ. ഓക്കെ, പി ഓഫ് കെ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുക. കെ എന്നുള്ളത് എന്തായിരിക്കും? ഏതെങ്കിലും ഒരു നാച്ചുറൽ നമ്പർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആയിരിക്കും. ഓക്കെ, എന്ത് ചെയ്യുക? പി ഓഫ് കെക്ക് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുക. പി ഓഫ് കെ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പി ഓഫ് കെ എന്തായിരിക്കും? പി ഓഫ് കെ 7 raised to k minus 3 raised to k. ഓക്കെ, എന്നിന് പകരം എന്ത് ചെയ്യുക? കെ കൊടുക്കുക. 7 raised to k minus 3 raised to k ഈസ് ഡിവിസിബിൾ ബൈ 4. ഓക്കെ, ഇനി 7 raised to k minus 3 raised to k ഈസ് ഡിവിസിബിൾ ബൈ 4നെ നമുക്ക് ഞാൻ വേറെ രീതിയിൽ എഴുതാം. ഇതിന്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ 7 raised to k minus 3 raised to k നെ നമുക്ക് 4ന്റെ മൾട്ടിപ്പിൾ എന്ന് എഴുതാം. ഓക്കെ, അതായത് ഒരു സാധനം ഡിവിസിബിൾ ബൈ ഒരു നമ്പർ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? അത് അതിന്റെ മൾട്ടിപ്പിൾ ആണെന്നുള്ള ഒരു മീനിങ്ങും കൂടി ഉണ്ട്. ഓക്കെ, സോ 7 raised to k minus 3 raised to k ഡിവിസിബിൾ ബൈ 4 എങ്ങനെ എഴുതാം? മൾട്ടിപ്പിൾ ഓഫ് 4 എന്ന് എഴുതാം. ഓക്കെ, ഇനി ഡി എന്തായിരിക്കണം? ഏതെങ്കിലും ഒരു നാച്ചുറൽ നമ്പർ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പി ഓഫ് കെ. ഓക്കെ, സോ നമ്മുടെ പി ഓഫ് കെ എന്തായിരുന്നു? ഈ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ഇനി പി ഓഫ് കെ പ്ലസ് 1 ഇത് ട്രൂ ആണെന്ന് കാണിച്ചു കൊടുക്കണം. അപ്പോൾ പി ഓഫ് കെ പ്ലസ് 1 എന്തായിരിക്കും? പി ഓഫ് കെ പ്ലസ് 1 എന്തായിരിക്കും? ലെഫ്റ്റ് സൈഡിൽ നിന്ന് തുടങ്ങി റൈറ്റ് സൈഡിലേക്ക് എത്തിക്കുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ പി ഓഫ് കെ പ്ലസ് 1 എന്തായിരിക്കും? 7 raised to k plus 1 minus 3 raised to k plus 1.
ഇത് 4ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് കാണിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഡിവിസിബിൾ ബൈ 4 എന്ന് കാണിച്ചു കൊടുത്താൽ നമ്മുടെ ആൻസർ ആയി. ഓക്കെ, ഒന്നുകിൽ ഇത് 4ന്റെ ഡിവിസിബിൾ ആണ്, അല്ലെങ്കിൽ 4ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് കാണിച്ചു കൊടുക്കണം. ഓക്കെ, സോ നമുക്ക് എങ്ങനെ കാണിക്കാം ഇതിനെ? ഞാനിവിടെ ചെറിയൊരു അറേഞ്ച്മെന്റ് ചെയ്യാണ്. ഈ ഒരു ക്വസ്റ്റ്യനിൽ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം. ഓക്കെ, ഇപ്പോൾ 7 റൈസ് ടു k പ്ലസ് 1നെ ഞാൻ അതേപോലെ എഴുതി. ഓക്കെ, ഒരു മാറ്റവും ഇല്ല. അതേപോലെ ഈ -3 റൈസ് ടു k പ്ലസ് 1നെ ഞാൻ എന്ത് ചെയ്തു? അതേപോലെ എഴുതി. ഇനി ഇതിലേക്ക് ഒരു ടേമിനെ ആഡ് ചെയ്യുകയും ചെയ്യും, സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യും. ഓക്കെ, -7 ഇൻറ്റു 3 റൈസ് ടു k പ്ലസ് 7 ഇൻറ്റു 3 റൈസ് ടു k. ഓക്കെ, അപ്പോൾ എന്താ നമ്മൾ ചെയ്തത്? ഒരു 7 ഇൻറ്റു 3 റൈസ് ടു kനെ നമ്മൾ ആഡ് ചെയ്തു, സബ്ട്രാക്ട് ചെയ്തു. അപ്പോൾ എന്താ? ഇത് ബാലൻസ് ആയി. ഓക്കെ, ഇതിലേക്ക് എന്ത് ചെയ്തു? 7 ഇൻറ്റു 3 റൈസ് ടു kനെ ആഡ് ചെയ്തു, സബ്ട്രാക്ട് ചെയ്തു. അപ്പോൾ എന്താ? ഇത് ബാലൻസ് ആയി. ഓക്കെ, നോ പ്രോബ്ലം. ഇനി നമ്മൾ എന്ത് ചെയ്യാം? 7 റൈസ് ടു k പ്ലസ് 1 നമുക്ക് എങ്ങനെ എഴുതാം? 7 റൈസ് ടു k ഇൻറ്റു 7 എന്ന് എഴുതാമല്ലോ. -7 ഇൻറ്റു 3 റൈസ് ടു k പ്ലസ് 7 ഇൻറ്റു 3 റൈസ് ടു k. ഓക്കെ, മൈനസ് ഇനി 3 റൈസ് ടു k പ്ലസ് 1നെ 3 റൈസ് ടു k ഇൻറ്റു 3 എന്ന് എഴുതി. ഓക്കെ, അത് 7 റൈസ് ടു k പ്ലസ് 1നെ 7 റൈസ് ടു k ഇൻറ്റു 7 എന്ന് എഴുതി. 3 റൈസ് ടു k പ്ലസ് 1നെ 3 റൈസ് ടു k ഇൻറ്റു 3 എന്ന് എഴുതി. ഓക്കെ, ഇനി നമുക്ക് ഇത്രയും ഭാഗങ്ങൾ ശ്രദ്ധിക്കാം. ഇതിൽ ആരൊക്കെ ഉണ്ട്? ഇതിന്ന് 7 നമ്മൾ എന്ത് ചെയ്യുക? കോമൺ ആയിട്ട് പുറത്തെടുക്കുക. ഇതിൽ രണ്ടിലും, ഈ പ്രോഡക്റ്റിൽ രണ്ടിലും 7 ഉണ്ട്. അപ്പോൾ 7 ഇൻറ്റു ഇവിടുന്ന് 7 എടുത്ത് ആര് ബാക്കി ഉണ്ടാവും? 7 റൈസ് ടു k മൈനസ് ഇതിന്ന് 7 എടുത്ത് ആര് ബാക്കി ഉണ്ടാവും? 3 റൈസ് ടു k. ഓക്കെ, പ്ലസ് ഇനി അടുത്തതിൽ ഇതിന്ന് ആരെ പുറത്തെടുക്കുക? 3 റൈസ് ടു k ഇതിൽ രണ്ടിലും ഉണ്ട്. അപ്പോൾ 3 റൈസ് ടു k നമ്മൾ എന്ത് ചെയ്യുക? കോമൺ ആയിട്ട് പുറത്തെടുക്കുക. ബാക്കി ആരാണ് ഇവിടെ ഉള്ളത്? 7 മൈനസ് ഇവിടെ ആരുണ്ട്? 3. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു 7 ഇൻറ്റു 7 റൈസ് ടു k മൈനസ് 3 റൈസ് ടു k. നമ്മളെങ്ങനെ എഴുതി? 4d എന്ന് എഴുതിയിട്ടുണ്ട്. 4ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ 7 ഇൻറ്റു 4d പ്ലസ് 3 റൈസ് ടു k ഇൻറ്റു 7 മൈനസ് 3 എത്രയാണ്? 4. ഓക്കെ, ഇനി ഈ ഒരു പ്രോഡക്റ്റിൽ നമുക്ക് അറിയാൻ പറ്റും, ഇതൊരു രണ്ട് സമ്മാണ്. ഈ ഒരു ടേം പ്ലസ് ഈ ഒരു ടേം. ഈ രണ്ട് ടേമിന്റെ സമ്മിലും രണ്ടിലും 4 ഉണ്ട്. അതൊന്നും 4 നമ്മൾ എന്ത് ചെയ്യുക? പുറത്തെടുക്കുക. 4 ഇൻറ്റു ബാക്കി ആരുണ്ട്? ഇതിൽ 7d പ്ലസ് ഇതൊന്നും 4 പുറത്തെടുത്താൽ ഇവിടെ 3 റൈസ് ടു k ബാക്കിയുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഏത് ഫോമിലായി? 4 ഇൻറ്റു സംതിങ് എന്നുള്ള രൂപത്തിലായില്ലേ? നമുക്ക് എന്താ കാണിക്കേണ്ടത്? 7 റൈസ് ടു k മൈനസ് 3 റൈസ് ടു k ഈക്വൽ ടു 4ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് കാണിച്ചാൽ മതി. 4 ഇൻറ്റു ഒരു നമ്പർ എന്ന് കാണിച്ചാൽ മതി. ഇത് ഇവിടെ എന്താ കിട്ടിയത്? P ഓഫ് k പ്ലസ് 1 എന്താ കിട്ടിയത്? 4 ഇൻറ്റു ഒരു നമ്പർ. ഇതൊരു നമ്പർ ആയിരിക്കും. d എന്നുള്ളത് എന്താണ്? നമുക്കറിയാം, നാച്ചുറൽ നമ്പർ ആണ്. 7 നാച്ചുറൽ നമ്പർ ആണ്. k ഒക്കെ എന്താണ്? നമ്പേഴ്സ് ആണ്, നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ ഇത് നമ്മൾ ചെയ്ത ഒരു നാച്ചുറൽ നമ്പർ ആകട്ടെ, ഏതെങ്കിലും ഒരു നമ്പർ ആകട്ടെ, 10, 20, 15, 12 എന്നൊക്കെയുള്ള ഏതെങ്കിലും ഒരു നമ്പർ ആകട്ടെ. അപ്പോൾ 4 ഇൻറ്റു നമ്പർ എന്ന് പറഞ്ഞാൽ എന്തായി? അത് 4ന്റെ മൾട്ടിപ്പിൾ ആയി, അതായത് ഡിവിസിബിൾ ബൈ 4 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം? ദാറ്റ് ഈസ് P ഓഫ് k പ്ലസ് 1, അതായത് 7 റൈസ് ടു k പ്ലസ് 1 മൈനസ് 3 റൈസ് ടു k പ്ലസ് 1 ഈസ് ഡിവിസിബിൾ ബൈ 4. ഓക്കെ, സോ നമ്മൾ P ഓഫ് 1 ട്രൂ ആണെന്ന് കാണിച്ചു, P ഓഫ് kക്ക് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തു. ഓക്കെ, P ഓഫ് k പ്ലസ് 1 ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഹെൻസ് ബൈ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ P ഓഫ് n, അതായത് ആ സ്റ്റേറ്റ്മെന്റ് P ഓഫ് n ഈസ് ട്രൂ ഫോർ ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ, എന്നും കൂടി നിങ്ങൾ എഴുതി ചേർക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ 3 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ ഒരു 3 ക്വസ്റ്റ്യൻസ് തന്നെ മൊത്തത്തിൽ ഒരു 10ഓളം ക്വസ്റ്റ്യൻ പേപ്പറിൽ, ആ ഒരു 10ഓ 11ഓ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാത്രം വന്ന 3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു 4ഓ 5ഓ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നല്ലതുപോലെ പഠിച്ചു പോയാൽ നിങ്ങൾക്ക് ഗ്യാരണ്ടി ഞാൻ തരുന്നു, അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഷുവറായിട്ട് ഈ ഇയറിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൻ്റെതായ നിങ്ങൾ ചോദിക്കാം. ഓക്കെ, നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസ് നിങ്ങൾക്ക് കമൻറ്റിൻ്റെതായ നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാം. ഞാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ക്ലാസ്സസോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൽ എൻ്റെ കോൺടാക്ട് നമ്പർ ഉണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ.